ഹായ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് അല്ലേ? ഉറക്കത്തിലായാലും അല്ലാതെയൊക്കെ നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കാണും. നമ്മുടെ പണ്ടത്തെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള എപിജെ അബ്ദുൽ കലാം സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും അത്. എ ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സീ. അതായത് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എന്തോ അതാണ് നിങ്ങളുടെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ പറയുന്നത് നിങ്ങളുടെ പാഷൻസിനെ പറ്റിയിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ടുമാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ പറ്റി തന്നെയാണ്. അത്തരത്തിലൊരു സ്വപ്നം കെമിസ്ട്രിക്ക് ഒരു വളരെ വലിയ സംഭാവന തന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 1865 ഓഗസ്റ്റ് കെക്യൂൾ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ കെമിസ്ട്രിയില് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ബെൻസീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് കെമിസ്ട്രിയില്. അപ്പൊ ബെൻസീനിന്റെ സ്ട്രക്ചർ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. ആ ഒരു കാലഘട്ടത്തില് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ, എന്താണ് ബെൻസീനിന്റെ സ്ട്രക്ചർ എന്ന് കുറെ സയന്റിസ്റ്റുകൾ പലവട്ടം ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഒന്നായിരുന്നു. പക്ഷെ ആർക്കും അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് വരെ കണ്ടുപിടിച്ച എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളിലും ഹൈഡ്രജന്റെ എണ്ണത്തിനേക്കാളും വളരെ കുറവായിരുന്നു കാർബണിന്റെ എണ്ണം. പക്ഷെ ബെൻസീനിൽ മാത്രമാണ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം സെയിം ആയിട്ട് വരുന്നത്. ഇത്തരത്തിലൊരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നത് വളരെയധികം ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോ ഇദ്ദേഹം വളരെയധികം ശ്രമിച്ചു. ഓഗസ്റ്റ് കെക്യൂളും അതുപോലെ തന്നെ ധാരാളം സയന്റിസ്റ്റുകളും ബെൻസീനിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. പക്ഷെ ആർക്കും തന്നെ നല്ലൊരു സ്ട്രക്ചർ പറയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഓഗസ്റ്റ് കെക്യൂള് ഇങ്ങനെ കുറെ വർഷത്തെ പരിശ്രമത്തിന് ശേഷം അദ്ദേഹം ഒരു മയക്കത്തില് ഒരു സ്വപ്നം കാണുകയാണ്. മോളിക്യൂൾസ് എല്ലാം ഒരു സ്നേക്കിന്റെ രൂപത്തിലേക്ക് മാറുകയും അതിലൊരു സ്നേക്ക് സ്വന്തം ടെയില് തന്നെ ബൈറ്റ് ചെയ്യുന്നതായിട്ടും അദ്ദേഹം കണ്ടു. അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും എന്തുകൊണ്ട് ബെൻസീനിന് ഒരു സൈക്ലിക് സ്ട്രക്ചർ കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ബെൻസീനിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ബെൻസീനിന് ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ്, ഹെക്സഗൺ സ്ട്രക്ചർ ആണുള്ളത് വിത്ത് ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട്. അതിലെ ഓരോ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓരോ കാർബൺ ആറ്റത്തിനും 3 സിഗ്മ ബോണ്ടുകളും ഒരു പൈ ബോണ്ടും ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ബെൻസീനിനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. നമുക്കറിയാം ബെൻസീൻ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് ഡ്യൂ ടു ഇറ്റ്സ് റെസൊണൻസ്. ഇത്തരത്തിൽ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും ഫാക്ട്സും ഒക്കെ നമ്മുടെ കെമിസ്ട്രിയിൽ ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിലൂടെ നിങ്ങൾക്ക് +1 +2 സയൻസ് ടോപ്പിക്സ് പഠിക്കാനായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ഇവിടെ KSRTC സ്റ്റാൻഡ്, പാലക്കാട് KSRTC സ്റ്റാൻഡിന്റെ അടുത്താണ് ഈ ഒരു അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് +1 +2 അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിനെ സമീപിക്കാം.